കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വചന പഠനത്തിനായി നമുക്ക് ഒരു ദിവസം കൂടി ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 6 മുതലുള്ളതായിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് എടുക്കാം. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഇവിടെ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിക്കുവാൻ കഴിവുണ്ടായിരുന്നു, എന്നാൽ ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ ഞങ്ങൾ മാനം അന്വേഷിച്ചില്ല എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പസ്തോലൻ എന്ന് പറയുന്നതായ സ്ഥാനം അത് പല നിലയിൽ അധികാരം ഉള്ളതായ ഒരു സ്ഥാനമാണ്. അവരുടെ അപ്പസ്തോലന്മാർ എന്നുള്ള നിലയിൽ അവര് ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള സഹായം സ്വീകരിക്കുവാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ആ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ നാളുകളിൽ അതൊരു അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം കൂടിയായിരുന്നു. അധികാരം എന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ള അധികാരം, അല്ലാതെ ഇന്ന് ലോകത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു അധികാരമല്ല. എങ്കിലും അപ്പസ്തോലന്മാർ എന്നുള്ള അവസ്ഥയ്ക്ക് അവർക്ക് എങ്ങനെ അധികാരത്തോടും ഒക്കെ അതിൻ്റെ ഒരു അധികാരം ഉണ്ടായിട്ടും ആ അധികാരം ഉപയോഗിക്കാതെയാണ് അവര് എല്ലാവരുടെയും അടുക്കൽ, പ്രത്യേകിച്ച് അവരോട് മാത്രമല്ല, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് മാത്രമല്ല, മറ്റാരോടും ഇവര് മാനം അന്വേഷിച്ചില്ല. നിങ്ങൾ എന്നെ ബഹുമാനിക്കണം എന്നതായ ഒരു കാര്യം അവര് ആരുടെ അടുക്കൽ നിന്നും ഡിമാൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ആരോടും, നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിലുള്ളതായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം. നാം ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാവരും നമ്മെ പുകഴ്ത്തി പറയുകയും നമ്മളെ എല്ലാവരും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതായ ഒരു ആഗ്രഹം പൊതുവെ മനുഷ്യരിൽ എല്ലാവരിലും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പൗലോസ് അപ്പോസ്തലനും സിൽവാനോസ്, തിമോത്തിയോസ്, ഈ 3 പേരെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. ഇവര് മനുഷ്യന്റെ അടുക്കൽ നിന്ന് യാതൊരു മാനവും അവർ അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. മനുഷ്യരോട് മാനം അന്വേഷിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരുടെ മാനം വേണം എന്ന് ആഗ്രഹിച്ചാൽ പലപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് അവർ ജീവിക്കേണ്ടതായിട്ട് വരും. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് അവർ ജീവിക്കുമ്പോൾ ദൈവത്തെ അവർക്ക് പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയാതെയും വരും. മനുഷ്യനെയും ദൈവത്തെയും ഒരേ സമയം പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ട് പരസ്പര വിരുദ്ധമാണ്. ഒന്ന് പൊതുവെ ജഡികമാണ് മനുഷ്യന്റെ എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തിൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതെല്ലാം ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളും മനുഷ്യരുടേത് പൊതുവെ ജഡികമായിട്ടുള്ള ആവശ്യങ്ങളുമായതുകൊണ്ട് ഒരിക്കലും ഈ താല്പര്യങ്ങൾ ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല. അപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയും, അപ്പോൾ ദൈവം പ്രസാദിക്കുകയില്ല. അപ്പോൾ മനുഷ്യരോട് മാനം അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള മാനം മാത്രമേ ആത്മീയ ശുശ്രൂഷ രംഗത്ത് നമുക്ക് ആഗ്രഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മനുഷ്യന്റെ അടുക്കൽ നിന്നുള്ള ഒരു മാനവും അന്വേഷിക്കുവാനായിട്ടോ അത് ലഭിക്കുവാനായിട്ടോ സാധ്യതയുമില്ല, അതിന് പാടുള്ളതുമല്ല. അത് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഏത് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണെങ്കിലും അത് ബാധകമാണ്. നാം ചെയ്യുന്ന, നമുക്കറിയാമല്ലോ, ഓരോരുത്തരും ശുശ്രൂഷ ചെയ്യുന്നത് അവരവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തിനനുസരിച്ചാണ്. അങ്ങനെ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കൃപാവരം അവർ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ബഹുമാനം കിട്ടണം എന്ന് നാം ആഗ്രഹിച്ചാൽ, അതിൽ നിന്ന് എന്തെങ്കിലും മാനുഷികമായിട്ടുള്ള പ്രയോജനം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അവിടെ ദൈവത്തിൽ നിന്നുള്ള മാനവും ദൈവത്തിൽ നിന്നുള്ള ബഹുമാനവും നമുക്ക് ലഭിക്കാതെ വരും. പിന്നെ ഞങ്ങൾ മാനം അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് കൊണ്ട് അവര് അങ്ങനെ മാനിക്കപ്പെടുവാൻ യോഗ്യരല്ല എന്നതിന് അർത്ഥമില്ല. അവരന്വേഷിച്ചില്ല എന്നുള്ളത് ശരിയാണ്, എന്നാൽ അവരോട് ബഹുമാനം കാണിക്കേണ്ടതാണ്. അതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നന്നായി ശുശ്രൂഷിക്കുന്നവരെ
ഇരട്ടി മാനത്തിന് യോഗ്യരായി കാണണം എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ അവർ മാനം അന്വേഷിക്കുവാനായിട്ട് പാടില്ല. എന്നാൽ വിശ്വാസികളോട് പറയുമ്പോൾ അവരെ മാനിക്കേണ്ടത് ആവശ്യമാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ആത്മീയ ക്രമീകരണങ്ങൾ സഭയിലും ഒക്കെ എത്രയോ ശ്രേഷ്ഠമാണ്. ആരും മാനം അന്വേഷിക്കാതെ അവരവർ ചെയ്യുന്നതായിട്ട് ശുശ്രൂഷയ്ക്ക് മാനം അന്വേഷിക്കാതെ ചെയ്യുകയും എന്നാൽ അന്യോന്യം ആളുകൾ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്നതായിട്ടൊരു അവസ്ഥ നാം റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി. നിങ്ങൾ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളുവിൻ എന്നാണ് നാം അവിടെ വായിച്ചത്. അപ്പോൾ മാനം അന്വേഷിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ നാം ആരും നമുക്ക് വേണ്ടി നാം ചെയ്യുന്നതായിട്ട് ശുശ്രൂഷയിൽ ഏത് നിലയിലാണെങ്കിലും അതിലൊരു മാനമോ ബഹുമാനമോ അന്വേഷിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ നാം എല്ലാവരും അന്യോന്യം ഓരോരുത്തരെയും കൃപാവരങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതായിട്ടുള്ള ആത്മീയ ശുശ്രൂഷകളെ സംബന്ധിച്ച് അവരെ ബഹുമാനിക്കുന്നവരും ആയി ഇരിക്കേണ്ടത് ആവശ്യമാണ്. 7-ാമത്തെ വാക്യത്തിൽ, ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. ഈ രണ്ട് വാക്യങ്ങൾ വളരെ പ്രാധാന്യം, ഇതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. പൗലോസ് അപ്പോസ്തലൻ തന്റെ കൂട്ടാളികളും എല്ലാം ഈ തെസ്സലോനിക്കയിലുള്ള ആ ഒരു തെസ്സലോനിക്ക എന്ന് പറഞ്ഞ പ്രദേശത്ത് ചുരുക്കം ചില മാസങ്ങൾ, ആഴ്ചകളോ ചുരുക്കം ചില മാസങ്ങളോ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായല്ലോ. ചുരുക്കം ചില ആഴ്ചകളോ അല്ലെ മാസങ്ങളോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആത്മീയമായി അവിടെയുള്ള വിശ്വാസികൾ വളരെ ശൈശവാവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് കാണാം. അതിനു പുറമെ അവർക്ക് കഠിനമായ പീഡനങ്ങൾ അവരുടെ ചുറ്റുപാടും നിന്ന് ഉണ്ടായിരുന്നു. മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളിൽ നിന്നും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നാം അതിനെക്കുറിച്ച് കഴിഞ്ഞ വാക്യങ്ങളിൽ, കഴിഞ്ഞ അധ്യായത്തിൽ നാം പഠിക്കുകയുണ്ടായി. അപ്പോൾ വളരെ ശൈശവാവസ്ഥയിലുള്ള ഒരു സഭ വലിയ കഷ്ടതയിലൂടെയും പീഡനത്തിലെയും കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു സഭ, ആ ഒരു പശ്ചാത്തലമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, ഈ ചില മാസങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവര് എങ്ങനെയായിരുന്നു ആ വിശ്വാസികളുടെ ഇടയിൽ എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഒരമ്മ എങ്ങനെയാണ് ഒരു ശിശുവിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള നിലയിൽ ആണ് ആ ഒരു കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലനും കൂട്ടാളികളും അല്ലെങ്കിൽ സഹപ്രവർത്തകരും തെസ്സലോനിക്കയിലെ സഭയിലെ വിശ്വാസികളോട് ഇടപെട്ടത് എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ വളരെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വളരെ ഊഷ്മളമായ വൈകാരികമായ ഒരു വ്യക്തിബന്ധമായിരുന്നു അവിടെ വിശ്വാസികളും ഈ പ്രവർത്തകരുമായിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അവരുടെ ശൈശവാവസ്ഥയിലായിരുന്നു ആ വിശ്വാസികൾ എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ മനോഭാവവും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആത്മീയമായിട്ടുള്ള പക്വത പ്രാപിച്ച് ആത്മീയ ശൈശവത്തിൽ നിന്നും അവര് ബാല്യത്തിലേക്കും യൗവനത്തിലേക്കും ഒക്കെ കടക്കുമ്പോൾ ഇതേ നിലയിലുള്ള ഒരു ബന്ധമായിരുന്നിരിക്കില്ല അല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. പലപ്പോഴും ഇങ്ങനെ ഒരു അമ്മ കുഞ്ഞിനെ പോറ്റുന്നത് പോലെ ആർദ്രതയോടുകൂടി നമ്മളെ ഓമനിച്ച് ആ ഓമനത്വത്തിന്റെ കീഴിൽ നമുക്ക് ജീവിക്കുന്നത് വളരെ സുഖകരമാണ്, അത് വളരെ ആനന്ദകരമാണ്. എന്നാൽ അങ്ങനെ ജീവിക്കുവാൻ അല്ല, ഒരു കുഞ്ഞിനെ പോലെ, ഒരു അമ്മയുടെ സംരക്ഷണയുടെ കീഴിൽ ഒരു കുഞ്ഞിനെ പോലെ ജീവിക്കുക എന്നുള്ളതല്ല ഒരു സഭയിലും വിശ്വാസികളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് അവരുടെ ആരംഭ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പിന്നീട് അവർ ആത്മീയമായിട്ടുള്ള പക്വത പ്രാപിച്ച് അവര് മറ്റുള്ളവരെ, വീണ്ടും സഭയിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകളെ, അതുപോലെ തന്നെ പുതിയ തലമുറയെ ഇതേ നിലയിൽ അവരെ പഠിപ്പിക്കുവാനും പോറ്റുവാനും പുലർത്തുവാനും ഉത്സാഹിപ്പിക്കുവാനും ഒക്കെ ഉള്ള
ഉത്തരവാദിത്വം അവര് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ആർദ്രതയുള്ളവരായിരുന്നു. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ആർദ്രതയുള്ളവരായിരുന്നു. നിങ്ങൾ പ്രിയരായിരുന്നു, നിങ്ങളെ ഞങ്ങൾ ഓമനിച്ചു. അതുകൊണ്ട് എല്ലാ കാലത്തും ദൈവസഭയിൽ പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ എല്ലാവരെയും അങ്ങനെ ഒരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതല്ല, മറിച്ച് അങ്ങനെയൊക്കെ തുടങ്ങിയാൽ അത് പിന്നീട് അവരെ ആത്മീയ പക്വതയിലേക്ക് നടത്തുകയും അവര് അടുത്ത തലമുറയെയും പുതിയതായിട്ട് വരുന്നതായിട്ടുള്ള ആളുകളെയും ആ നിലയിൽ സൂക്ഷിക്കുവാനും കരുതുവാനും പ്രാപ്തരായി തീരുകയുമാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ സംരക്ഷണയുടെ കീഴിൽ അവരുടെ ആ ഒരു സംരക്ഷണത്തിന്റെ കീഴിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ രസകരവും സുഖകരവും ആനന്ദകരവുമാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് എല്ലാ കാലവും ഒരു ഓമന കുഞ്ഞായി നമ്മളുടെ കയ്യിൽ ഇരിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. കുഞ്ഞിന്റെ വളർച്ചയ്ക്കൊക്കെ എന്തെങ്കിലും തടസ്സമുണ്ട് എന്ന് കണ്ടാൽ, എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ ഡോക്ടറെ പോയി കാണും. ഒരു കുഞ്ഞൊരിക്കലും കുഞ്ഞായിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ആത്മീയമായി വീണ്ടും ജനിച്ചതായ ദൈവത്തിന്റെ മക്കൾ ഒരിക്കലും ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുക എന്ന് പറയുന്നത് അത് സഭയിലും അത് ശരിയായിട്ടുള്ളതായ കാര്യമല്ല, ദൈവനാമത്തിനും. അതുകൊണ്ട് ദൈവത്തിനും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടല്ല, മറിച്ച് പക്വതയിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകളെ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വളരെ കഷ്ടതയിലൂടെ കടന്നു പോവുകയും പുതിയതായി വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്ന ആളുകളെ വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാൻ ആവശ്യമുണ്ട് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് വിശ്വാസികൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം കേവലം കാണുമ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് തട്ടി വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു ബന്ധമല്ല, മറിച്ച് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം വിശ്വാസികൾ തമ്മിലുണ്ട്. അത് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നാം ഇന്ന് പഠിച്ചതുപോലെ ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെയാണ് സഭയിലെ വിശ്വാസികൾ എല്ലാവരുമെങ്കിൽ അവർ തമ്മിൽ കേവലം ഹായ് എന്ന് പറയുന്ന ഒരു ബന്ധമല്ല, മറിച്ച് ഊഷ്മളമായ അന്യോന്യമുള്ള വേർപിരിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ആത്മീക ബന്ധം അവർ തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, സഭകളിൽ ഇന്ന് ഈ തലത്തിലുള്ളതായിട്ടുള്ള ഒരു ആത്മീക ബന്ധം ആളുകൾക്ക് തമ്മിൽ ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഭകളിൽ വിശ്വാസികൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം പലപ്പോഴും അതൊരു ശത്രുതയോ അതല്ല എങ്കിൽ ഒരു ഉപരിപ്ലവമായ ആഴമില്ലാത്തതായ ചില സൗഹൃദങ്ങളോ മാത്രമാണ്. അങ്ങനെ ആഴമില്ലാത്തതായിട്ടുള്ള സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ സൗഹൃദങ്ങളും ആഴമില്ലാത്തതായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ ശത്രുതയൊക്കെയുമാണ് സഭയിലെ വിശ്വാസികൾ തമ്മിൽ ഉള്ളത് എങ്കിൽ അതിനെ ഒരു സഭ എന്ന് വിളിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല. അതിനെ ദൈവം ഒരു സഭയായിട്ട് കാണുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടും കഴിയുകയില്ല. കാരണം സഭ എന്ന് പറഞ്ഞാൽ അത് ഒരു ശരീരമായിരിക്കണം. ശരീരം പോലെ വിശ്വാസികൾ ഒരു ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരു സംവിധാനമായിരിക്കണം സഭ എന്ന് പറയുന്നത്. 9-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. തെസ്സലോനിക്കയിലേക്ക് പൗലോസ് അപ്പോസ്തലനും കൂട്ടാളികളും ചെന്നു. അവിടെ വളരെയേറെ അധ്വാനവും പ്രയാസവും, ശാരീരികമായിട്ടുള്ള അധ്വാനവും പ്രയാസവും ചെയ്തുകൊണ്ടാണ് അവർ അവിടെ സുവിശേഷം പ്രസംഗിച്ചത് എന്ന് നമുക്ക് കാണാം. ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ നാം കണ്ടല്ലോ, അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മാനം അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രാഥമികമായിട്ടും ചിന്തിക്കുന്നത്, അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ നിങ്ങളാൽ സപ്പോർട്ട് ചെയ്യപ്പെടാൻ ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നിട്ടും നിങ്ങളിൽ നിന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ളത് അതിന്റെ ഒരു പ്രാഥമിക അർത്ഥമാണ്. അതുതന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഞങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ രാവും പകലും വേല ചെയ്യുകയും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ഞങ്ങൾ പകൽ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്ത് നിങ്ങളോട് സുവിശേഷം പറഞ്ഞു എന്നല്ല, രാവും പകലും ഞങ്ങൾ ജോലി ചെയ്യുകയും നിങ്ങളോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ജോലിയിൽ തന്നെ ഒരു സുവിശേഷവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ജോലിയിലുള്ള സുവിശേഷം? ജോലി ചെയ്യുകയും അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സന്ദേശമാണ്. പ്രത്യേകിച്ച് ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കാൻ യോഗ്യനല്ലെന്നും അങ്ങനെയുള്ളവനോട് വേർപെട്ടുകൊള്ളണം, അങ്ങനെയുള്ള ആളുകളെ അടുപ്പിക്കരുത് എന്നുമാണ്, അവർ വിശ്വാസികളാണെന്ന് പറയുന്നുവെങ്കിൽ കൂടിയും അവരെ അടുപ്പിക്കരുത് എന്നുള്ള നിലയിലാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. അപ്പോൾ ദൈവമക്കൾ അവരെ ശുശ്രൂഷകന്മാരാണെങ്കിൽ കൂടിയും അവര് അധ്വാനവും പ്രയാസവും അല്ലെങ്കിൽ പ്രയാസത്തോടെ അധ്വാനിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി വന്നാൽ സഹായം ചെയ്യുവാൻ കഴിയുന്ന ഒരവസ്ഥയിൽ അവർ ജീവിക്കുന്നത് എപ്പോഴും മാതൃകയുള്ളതായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ അധികാരം ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഒരു വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഒരു കാര്യമാണ്. നമുക്കറിയാം, ഫിലിപ്പിയിലെ സഭയിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫിലിപ്പിയിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സഹായം സ്വീകരിച്ചു. എന്നാൽ കൊരിന്ത്യരോട് പൗലോസ് അപ്പോസ്തലൻ അശേഷം അത് സ്വീകരിച്ചില്ല. അതിനൊക്കെ പ്രത്യേകിച്ച് പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നു. കൊരിന്ത്യയിലെ വിശ്വാസികൾ ഒരു ആത്മീക പക്വതയില്ലാത്ത ജഡികന്മാരായിട്ട് ജീവിച്ച ആളുകളായിരുന്നു. അങ്ങനെ ജഡികന്മാരായിട്ടുള്ള ആളുകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള സഹായം സ്വീകരിച്ചാൽ അവരവരുടെ ജഡത്തിന്റെ ശക്തിയിൽ ആളുകളെ നിയന്ത്രിക്കുവാനും ആത്മീയ ശുശ്രൂഷകൾക്ക് വിധേയപ്പെടാതിരിക്കുവാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. എന്നാൽ രണ്ടാമത്തെ ലേഖനം കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഉപദേശം അവർക്ക് വളരെ കൃത്യമായി തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തെസ്സലോനിക്ക സഭയിൽ നിന്നും പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഒന്നും സ്വീകരിച്ചില്ല എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രവർത്തിച്ച സമയത്ത് ഫിലിപ്പിയിലെ സഭയായിരുന്നു പലപ്പോഴും അവരുടെ കുറവുകൾക്ക് സഹായം ചെയ്തത്. അത് മാത്രവുമല്ല, അവരെ രാവും പകലും അവര് അധ്വാനിച്ചു. അങ്ങനെ ആർക്കും ഭാരമായി തീരാതെ അവരെ പ്രസംഗിച്ചു. അത് ആ സുവിശേഷത്തിന്റെ ഒരു ശക്തിയാണ്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ സുവിശേഷത്തിന് വലിയൊരു ശക്തിയാണ്. പലപ്പോഴും ആളുകളുടെ അടുക്കൽ നിന്ന് സഹായം സ്വീകരിക്കുമ്പോൾ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവണതയും അതുപോലെ തന്നെ ഒരു മനോഭാവം എന്ന് പറയുന്നത് അവർക്ക് വിധേയപ്പെട്ടു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആളുകളോടുള്ള ഒരു വിധേയത്വം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ അത് ആത്മീയ ശുശ്രൂഷയ്ക്ക് വലിയൊരു തടസ്സമാണ്. അത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് അത് പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് മാത്രവുമല്ല, അങ്ങനെ സാമ്പത്തിക സഹായം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങളുടെ മേലൊരു അധികാരം സ്ഥാപിക്കാനായിട്ടുള്ള പ്രവണത അവർക്കും ഉണ്ടാകും. എന്നാൽ ആത്മീയരാണെങ്കിൽ, ആത്മാവിനാൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള നേരിട്ടും പരോക്ഷമായും നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ എത്രയോ ദൈവനാമത്തിന് മഹത്വമാണ്. എന്നാൽ ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകൾ മറ്റ് യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതായ ഒരു നിലപാടാണ് പ്രത്യേകിച്ച് സഭകളൊക്കെയും എടുക്കുന്നത്. അത് വചനപ്രകാരമുള്ളതായ ഒരു നിലപാടല്ല. അതുകൊണ്ട് അവര് ജോലി ചെയ്യാതെ ജീവിക്കുന്നവർ എന്നുള്ളതായ ഒരു ചീത്തപ്പേര് സമൂഹത്തിൽ ഇന്ന് സുവിശേഷ പ്രവർത്തകർക്ക് നേരെ ഉണ്ട് എന്നുള്ളതും മറക്കാനായിട്ട് കഴിയുകയില്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വിദേശത്തു നിന്ന് കൈപ്പറ്റി അമേരിക്കൻ പണം കൊണ്ട് ജീവിക്കുന്നവരാണ്, അവര് പണിയെടുക്കാതെ ജീവിക്കുന്നവരാണ്, അവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നൊക്കെയുള്ള പേരാണ് ഇന്ന് പൊതുവിൽ ആത്മീയ പ്രവർത്തന രംഗത്തുള്ളവർക്ക് ഉള്ളത്. എന്നാൽ സ്വയമായിട്ട് അധ്വാനിക്കുവാൻ പൗലോസ് അപ്പോസ്തലനൊക്കെ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് രാവും പകലും സുവിശേഷവും അറിയിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്തരം നിന്ദാ വാക്കുകൾ ഒഴിവാക്കുന്നതിന് വളരെ സഹായകരമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അങ്ങനെ സഹായം സ്വീകരിക്കുന്നത് അതിൽ തന്നെ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല, അതിൽ തന്നെ അനാത്മീകത ഒട്ടുമില്ല. പക്ഷെ അത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്ന് തന്നെയും സ്വന്തം ശുശ്രൂഷയിലും
അത് വളരെ വിഘാതങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ വിവേകം അങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യമാണ്. എന്നാൽ അങ്ങനെയുള്ളൊരു വിവേകമൊന്നും ഇല്ലാത്തതായ ഒരു കാലഘട്ടമാണ് നമുക്ക് ഇന്ന് ക്രിസ്തീയ ലോകത്ത്, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ. നമ്മൾ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ ഒരു അവസ്ഥയാണ് കാണുന്നത്. 10-ാം വാക്യത്തിൽ, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്ദ്യമായും നടന്നു എന്നുള്ളതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഇതേ ആശയത്തോടു കൂടി 1-ാം അധ്യായത്തിലും ഇതിനു മുമ്പുള്ള വാക്യങ്ങളിൽ, ഇതേ അധ്യായത്തിൽ ഇതിനു മുമ്പുള്ള വാക്യങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലന്റെയും കൂട്ടാളികളുടെയും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ജീവിതം എന്ന് പറയുന്നത് അത് എത്ര പവിത്രം, നീതി, അനിന്ദ്യം, 3 വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പവിത്രമാണ്, അതിനകത്ത് യാതൊരു വക കേടും ഉണ്ടായിരുന്നില്ല, യാതൊരു അയോഗ്യതയും അതിലുണ്ടായിരുന്നില്ല. പവിത്രമാണ്, ശുദ്ധമാണ്. അതുപോലെ നീതിയാണ്, അന്യായമായിട്ടുള്ള ഒന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അനിന്ദ്യമാണ്, ആരെങ്കിലും നിന്ദിക്കാൻ കഴിയുന്ന യാതൊന്നും അവരിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇത് പറഞ്ഞിരിക്കുന്നത് അവര് സ്വന്തം കൈകളാൽ അധ്വാനിച്ച് ജീവിച്ചു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പാകെ ഈ നിലയിൽ, അതായത് പവിത്രമായും നീതിയായും അനിന്ദ്യമായും നടക്കേണ്ടത് സുവിശേഷ പ്രവർത്തനത്തിന് ഏറെ ആവശ്യമാണ് എന്ന് മാത്രവുമല്ല, അതിനെക്കുറിച്ച് നിങ്ങളും ദൈവവും സാക്ഷി. എത്ര ധൈര്യത്തോടു കൂടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളും ദൈവവും സാക്ഷിയാണ്. അവർക്കങ്ങനെ ഒളിച്ചു വെക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതം ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള യാതൊരു അജണ്ടകളും അവർക്കുണ്ടായിരുന്നില്ല. അവർക്കൊരൊറ്റ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുകയും സഭകൾ രൂപപ്പെടുകയും സഭകൾ വളരുകയും അതിലെ ആളുകൾ ആത്മീയമായിട്ടുള്ള പക്വതയിലേക്ക് എത്തുകയും ചെയ്യുക. അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരത് ഞങ്ങളുടെ ഉള്ളിൽ അതേ ലക്ഷ്യങ്ങളോടുകൂടി ജീവിച്ചവരാണ് എന്ന് മാത്രവുമല്ല, അവരെ തെറ്റിദ്ധരിക്കത്തക്ക നിലയിൽ പോലും അവരുടെ ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അവരെ തെറ്റിദ്ധരിക്കാനായിട്ട് പോലും ആ സഭയിലുള്ളവർക്കോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലുള്ളവർക്കോ ഇട കൊടുക്കുകയില്ലായിരുന്നു. കാരണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളും ദൈവവും അതിന് സാക്ഷിയാണെന്ന്. പലപ്പോഴും നമ്മൾ പറയും എന്നിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ദൈവം അറിയുന്നു എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ മനുഷ്യരത് അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവം അറിയുന്നു എന്ന് നമ്മൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ദൈവം മുമ്പാകെ മാത്രമല്ല നാം ജീവിക്കുന്നത്, നാം മനുഷ്യരുടെയും മുമ്പാകെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പാകെയും ദൈവത്തിന്റെ മുമ്പാകെയും പവിത്രമായും നീതിയായും അനിന്ദ്യമായും നടക്കണം എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. 11-ാം വാക്യം, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് 7-ാമത്തെ വാക്യത്തിൽ ഒരു അമ്മയുടെ പങ്ക് എന്താണ് എന്നുള്ളത് നാം വായിച്ചു. നമുക്കറിയാം, ഒരു ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളോട് ഒരേ നിലയിലല്ല ഇടപെടുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ്. അമ്മമാർ പൊതുവെ അങ്ങനെ ഓമനിക്കുകയും വളരെ ആർദ്രതയോടുകൂടി ഇടപെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. ദൈവം അങ്ങനെ ഒരു ക്രമീകരണമാണ് അമ്മമാരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ അപ്പന്മാരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ 11-12 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നത് നിങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അമ്മ തന്നെ ഒരു കുഞ്ഞിനെ വളർത്തിയാൽ ആ വളർത്തുന്നതിൽ ഒക്കെ അപാകതകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അമ്മയുടെ ഡിസൈൻ തന്നെ കൂടുതൽ ആർദ്രതയും മനസ്സലിവും ഉള്ളതായിട്ടുള്ള ഒരു ഡിസൈനാണ്. അമ്മ അങ്ങനെയാണ് കൂടുതലും കാണിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്. എന്നാൽ അപ്പന്മാരുടെ കാര്യം പറഞ്ഞാൽ അവര് കുറച്ച് ശാസിക്കുകയും ശിക്ഷിക്കുകയും കുറച്ച് ഗൗരവത്തോടെ ഒക്കെ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ. അപ്പോൾ സഭയിൽ ഒരു പ്രസംഗം നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഉപദേശമായി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്നതുപോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
അപ്പോൾ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലോ പൊതുവായിട്ട് എടുക്കുന്ന ക്ലാസ്സുകളിൽ നിലനിൽക്കേണ്ട അല്ലെങ്കിൽ അതിൽ മാത്രം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. മറിച്ച് അത് ഓരോരുത്തരോടും പ്രത്യേകമായി ഇടപെടുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളിൽ 20-ാം അധ്യായത്തിൽ ഞങ്ങൾ വീട് തോറും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഭവനങ്ങൾ തോറും ഇവിടെ ഓരോരുത്തരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം സഭായോഗങ്ങളിൽ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷ മാത്രമല്ല, അത് മറിച്ച് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ടുള്ള നിലയിൽ അവരവരുടെ പ്രത്യേകതകളും പ്രശ്നങ്ങളും അനുസരിച്ച് ഇടപെടുന്നതും അതിന്റെ ഭാഗം തന്നെയാണ്. അത് ചെയ്യുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ്. എന്നാൽ ആ നിലയിലുള്ളതായ ഒരു ശുശ്രൂഷയ്ക്ക് പലപ്പോഴും ആളുകൾ തയ്യാറാവുന്നില്ല, ശുശ്രൂഷകന്മാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് അതിന്റെ ഒരു വശം. എന്നാൽ അങ്ങനെയൊന്നും വേണ്ട, ഞങ്ങള് ക്ലാസ്സുകൾ കേട്ടോളാം, ഞങ്ങൾക്ക് സ്വീകാര്യമായതൊക്കെ ഞങ്ങൾ എടുത്തോളാം, അല്ലാത്തതൊക്കെ ഞങ്ങൾ തള്ളിക്കളഞ്ഞോളാം, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തോടൊന്നും പ്രത്യേകമായിട്ട് ഇടപെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ള നിലയിൽ വിശ്വാസികൾ അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുടെ പ്രത്യേകമായിട്ടുള്ള ഉപദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ, അതിന് അവസരം കൊടുക്കാതെ അതിനെ ഒഴിവാക്കി പോകുന്നതായിട്ടുള്ള വലിയ അപകടകരമായ ഒരു സഭാ സവിശേഷ അവസ്ഥയാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. അത് സമൂഹത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ അധപതനത്തിന്റെ ഒരു രൂപമാണ് ഇന്ന് സഭയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തലമുറയിലൊക്കെ മക്കൾ മാതാപിതാക്കന്മാരെ വളരെ ഭയത്തോടും ബഹുമാനത്തോടും കൂടിയായിരുന്നു കണ്ടിരുന്നത്. ഭാര്യമാർ ഭർത്താക്കന്മാരെ അതുപോലെ തന്നെ ബഹുമാനത്തോടും ഭയത്തോടും കീഴടങ്ങിയും ഒക്കെ ജീവിച്ചിരുന്നവരാണ്. എന്നാൽ ഈ തലമുറയിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ളതായ യാതൊരു വക കാര്യങ്ങളുമില്ല. മക്കൾ മാതാപിതാക്കന്മാരെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ. സ്ത്രീകൾ അവരെ സാമ്പത്തിക സ്വാതന്ത്ര്യമൊക്കെ അവരെ നേടുകയും അതുപോലെ തന്നെ അവരെ സമൂഹത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പുരുഷന്മാർക്ക് വിധേയപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് പുരുഷന്മാരെ ഭരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതിയായിട്ട് മാറിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇന്ന് സഭയിലേക്കും വരുന്നത്. ആരും ആർക്കും വിധേയപ്പെടാതെയും ശുശ്രൂഷകന്മാർക്ക് വിധേയപ്പെടാതെയും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരവർ ജീവിക്കുകയും എന്നാൽ ഒരു ആചാരം എന്നപോലെ സഭയിൽ വന്ന് പോവുകയും ചെയ്യുന്നതായുള്ള അവസ്ഥ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് യാതൊരു വക പ്രതീക്ഷയ്ക്കും വകയില്ല എന്നുള്ളതാണ് സത്യം. ആത്മീയ ശുശ്രൂഷ, ദൈവവചനം എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാവർക്കും ഒരു ഉപദേശമായിട്ട് നൽകുന്നു എന്നുള്ളതല്ലാതെ അത് ഓരോ വ്യക്തികളിലേക്കും അത് പകർന്നു കൊടുക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചില വ്യക്തികളോട് പ്രത്യേകമായ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും, പ്രത്യേകമായിട്ടുള്ള ചില ശാസ്ത്രങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും, ഓരോരുത്തരുടെയും അവസ്ഥകൾ അറിഞ്ഞ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള നിലയിൽ വചനത്തെ പങ്കുവെക്കേണ്ടതായിട്ടുണ്ടാവും. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള സംസാരങ്ങളിൽ മാത്രമാണ് സാധ്യമാകുന്നത്. അതിന് ഒരു ശുശ്രൂഷകന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആളുകളെ മാത്രമേ അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ ഇന്ന് സഭകളിൽ വളരെ കുറവാണ് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരെ ഒരപ്പന്റെ പങ്കുകൂടി ഏറ്റെടുത്തുകൊണ്ട് ഒരപ്പന്റെ നിലവാരത്തിലേക്ക് കൂടി ഉയർന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഓരോരുത്തരെ ഉത്സാഹിപ്പിച്ചും പ്രബോധിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോരുന്നത്? അത് 11-ാമത്തെ വാക്യത്തിൽ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കാൻ തക്കവണ്ണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മെ വിളിച്ചിരിക്കുന്ന രാജ്യത്തിനും അതിൻ്റെ മഹത്വത്തിനും അനുസരിച്ചിട്ടുള്ള യോഗ്യമായ ഒരു നടപ്പ് സാധിക്കുകയുള്ളൂ. അതായത് നമുക്ക് നമ്മളുടേതായ ഒരു വഴിക്ക് നടക്കുവാൻ അനുവാദമില്ല. നാം ദൈവരാജ്യത്തിന്റെ പൗരന്മാരായി തീർന്നാൽ ആ രാജ്യത്തിന്റെ പൗരന്മാർക്ക് യോഗ്യമായിട്ടുള്ള ഒരു നടപ്പുണ്ട്, അത് നടക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിന് പൗരന്മാരെ, രാജ്യത്തിലെ ഭരണഘടനയ്ക്ക് വിധേയപ്പെടാത്തതായിട്ടുള്ള പൗരന്മാരെ എന്താണ് ചെയ്യുക? അവരെ സ്വാതന്ത്ര്യമായി നടക്കുവാനായിട്ട് അനുവദിക്കുകയില്ല. അവർ സമൂഹത്തിന്, സ്വൈര്യ ജീവിതത്തിന് അവർ തടസ്സമാണെങ്കിൽ അവരെ ജയിലിലടയ്ക്കുകയോ അല്ല വളരെ ക്രിമിനൽ വാസകളുള്ളവരാണെങ്കിൽ
അവരെ തൂക്കിക്കൊല്ലുകയോ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ ലോകത്തിലുള്ള രാജ്യത്ത് ജീവിക്കുന്നതിന് കൂടിയും ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെടേണ്ടതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നതായ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന നാം ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെടേണ്ടത് എത്രയോ ആവശ്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഒളിച്ചും ഒക്കെ പലതും രാജ്യത്തിന്റെ പൗരന്മാർ എന്നുള്ള നിലയിൽ ചെയ്യുവാനായിട്ട് കഴിയും. പിടിക്കപ്പെട്ടാലേ പലപ്പോഴും പ്രശ്നമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ച് അറിയത്തില്ലാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. എല്ലാം അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ പോലും ദൈവം മുമ്പാകെ ഏറ്റവും നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു. നമ്മളുടെ ചിന്തകളെ പോലും ദൈവം ന്യായം വിധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് യോഗ്യമായിട്ടുള്ളൊരു നടപ്പുണ്ട്. അത് മനുഷ്യരാരും കണ്ടില്ലെങ്കിലും, സഭയിലെ വിശ്വാസികൾ ആരെങ്കിലും കണ്ടില്ലെങ്കിലും, നമ്മളുടെ മനോഭാവവും നാം ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളുടെ വീട്ടിലും അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരങ്ങളോട് രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ പോലും ദൈവസന്നിധിയിൽ ഒന്നും മറവായിരിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു ജീവിതത്തിന് ദൈവം ഒരിക്കലും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നാം ദൈവരാജ്യത്തിലാണെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമായിട്ടുള്ള ഒരു നടപ്പ്, ആ ഒരു നടപ്പ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ കേവലം ചില ക്ലാസ്സുകൾ കേൾക്കുന്നതിലൂടെ മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള തിരുത്തലുകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും മാത്രമേ അങ്ങനെ എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ കാര്യം ഇതിനു മുമ്പും പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് എല്ലാവരും ബോധ്യവാന്മാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭാജീവിതം, ക്രിസ്ത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് കേവലം സഭായോഗത്തിൽ പോയി പങ്കെടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വചന പ്രസംഗങ്ങൾ കേൾക്കുന്നതിൽ മാത്രം ഒതുക്കാവുന്നതായിട്ടുള്ള കാര്യമല്ല. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. അതിന് നമ്മെ എല്ലാവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമോ?